ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു കോംബോ റെസിപ്പിയാണ്. നമ്മൾ കുറച്ചായി ഇപ്പോൾ ഒരു കോംബോ റെസിപ്പി ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും എല്ലാം എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കോംബോ റെസിപ്പിയാണ്. തേങ്ങപ്പത്തിരിയും അതുപോലെ ഒരു ഹോട്ടൽ സ്റ്റൈൽ ഗ്രീൻ പീസ് കറിയുമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് തേങ്ങപ്പത്തിരിന്റെ റെസിപ്പി എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇതാ തേങ്ങപ്പത്തിരി ചെയ്യാൻ വേണ്ടി ഞാനിതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പച്ചരി ചേർത്ത് കൊടുക്കാം. പച്ചരി ഇപ്പോൾ ഇതൊന്ന് പുതിർത്തി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ 2 കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പച്ചരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് പുതിർത്തി വെക്കാം. ഞാനിപ്പോൾ ഇതൊരു 4 മണിക്കൂർ അങ്ങനെ പുതിർത്തി വെക്കുന്നുണ്ട്. അപ്പൊ ഇതാ 4 മണിക്കൂറിന് ശേഷം ഇപ്പൊ ഞാൻ ഇത് എടുക്കുന്നത്. ഇനി ഇത് നല്ലോണം കഴുകിയിട്ട് വെള്ളം കളഞ്ഞെടുത്തിട്ട് വരാം. അപ്പൊ ഇതാ ഞാൻ വെള്ളം കളഞ്ഞെടുത്ത് വന്നിനെ. ഇനി ഇത് നമുക്ക് ഒരു മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ 1 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല ഫൈൻ ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വരാം. ഇത് നമ്മളെ ദോശന്റെ എല്ലാം ആ ഒരു ലെവലിൽ അങ്ങനെ അരച്ചിട്ടെടുക്കാം. അപ്പൊ ഇതാ ഞാൻ അരച്ചെടുത്ത് വന്നിനെ. ഇനിതാ ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്കൊന്ന് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ അരക്കുമ്പോൾ ഉപ്പ് ചേർത്തിന് എങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതാ ഈ ഒരു ലൂസിലാട്ടോ ഞാൻ അരച്ചെടുത്തത്. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, നമുക്കിപ്പോ തന്നെ അങ്ങ് ചുട്ടെടുക്കാം. അപ്പൊ ഇതാ ഇത് ചുട്ടെടുക്കാൻ വേണ്ടി ഞാനിതാ പാന് വെച്ചിട്ടുണ്ട്. പാന് നല്ലോണം ചൂടായ ശേഷം നമ്മൾ അരച്ചു വെച്ചത് ആ ഒരു അരവെന്ന് ഈ ഒരു രീതിയിൽ ഒരു സ്പൂൺ എടുത്തിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ദോശയെല്ലാം നമ്മൾ ഇങ്ങനെ ഒന്ന് പരത്തി എടുക്കുന്ന പോലെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് അതിന് മേലെയായിട്ട് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിന് മേലെയായിട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവനുസരിച്ചിട്ട് അങ്ങനെ ഇട്ടാം. പിന്നെ വല്ലാണ്ട് അങ്ങ് കൂടിപ്പോണ്ട, അതുപോലെ വല്ലാണ്ട് അങ്ങ് കുറഞ്ഞും പോണ്ട. ഇതാ ഈ ഒരു രീതിയിൽ ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫുള്ളായിട്ട് ഇടാം. ആ ഒരു ലാസ്റ്റ് ഭാഗവും റൗണ്ടിൽ അങ്ങനെ ഒന്ന് ബാലൻസ് വെച്ചിട്ട് സെന്ററിൽ നിന്ന് അങ്ങനെ കുറച്ചങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതാ തേങ്ങ ഇട്ട് കൊടുത്ത ശേഷം അതിന് മേലെയായിട്ട് കുറച്ചുകൂടി ആ ഒരു അരവൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വല്ലാണ്ട് കട്ടിക്ക് അരവ് ഒഴിക്കണ്ട. തേങ്ങന്റെ മേലെ ഒന്ന് തേങ്ങ ഒന്ന് സെറ്റായി നിൽക്കുന്ന രീതിയിൽ ഒന്ന് അരവ് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിന് മേലെ കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് അരച്ചെടുക്കുന്ന ആ ഒരു അരവ് കുറച്ച് ലൂസിൽ തന്നെ അങ്ങനെ അരച്ചെടുക്കാം. വല്ലാണ്ട് ലൂസ് ആയിക്കൊണ്ട, എങ്കിലും കുറച്ചുകൂടി ലൂസിൽ തന്നെ അങ്ങനെ അരച്ചെടുക്കാം. വല്ലാണ്ട് കട്ടിയിൽ നമ്മൾ അരച്ചിട്ടെടുത്തിട്ട് ഫസ്റ്റ് നമ്മൾ ഒഴിച്ച ആ ഒരു ലെയർ നല്ല കട്ടിയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് വല്ലാണ്ട് അങ്ങ് ഓവറായിട്ട് കട്ടിയായി പോകും. അപ്പോൾ ഈ ഒരു രീതിയിൽ നോക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതാ ഇതൊന്ന് അടച്ചു വെക്കാം. മേലെ ഭാഗം കുറച്ചൊന്ന് ആറി വന്നു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ആയി കിട്ടും. അപ്പൊ ഇതാ ആ ഒരു സൈഡും കൂടി ആക്കി എടുത്തിട്ട് നമുക്ക് പാനിൽ ഇതെടുത്ത് മാറ്റാം. അപ്പൊ നമ്മളെ തേങ്ങപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഗ്രീൻ പീസ് കറിന്റെ റെസിപ്പി നോക്കാം. ഗ്രീൻ പീസ് ഞാനിപ്പോ 7 മണിക്കൂർ വെള്ളത്തിലൊന്ന് പുതിർത്തി വെച്ചതാണ്. ഇത് നമുക്ക് നല്ലോണം കഴുകിയിട്ട് വെള്ളം കളഞ്ഞെടുത്തിട്ട് വരാം. 1 കപ്പ് ഗ്രീൻ പീസ് ഉണ്ട് ഇത്. അപ്പൊ ഇതാ നല്ലോണം കഴുകിയിട്ട് വെള്ളം കളഞ്ഞെടുത്ത് വന്നിനെ. ഇനി ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ നല്ല വലുപ്പമുള്ള ഉള്ളി ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക് ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പൊ നിങ്ങൾ എടുക്കുന്ന തക്കാളി നല്ല വലുപ്പമുള്ളതാണെങ്കിൽ പകുതി അങ്ങനെ മതി. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് വെളുത്തുള്ളി ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോ മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ അങ്ങനെ അടുപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതാ അത് വേവിച്ചെടുത്തിട്ട് അതവിടെ മാറ്റി വെക്കാം. അപ്പൊ ഇതാ അതവിടെ വേവിച്ചെടുത്ത് മാറ്റി വെച്ചിന്. ഇനി നമുക്ക് കറി ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിതാ ഒരു പാൻ വെച്ചിന്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. പിന്നെ അതിലേക്ക് 2 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. പിന്നെ അതിലേക്ക് 3/4 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാനിപ്പോ കാശ്മീരി ചില്ലിയാട്ടാ ചേർത്ത് കൊടുത്തത്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ പൊടികൾ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ല ലോ ആക്കി അങ്ങനെ വെക്കാം. എന്നിട്ട് ഈ പൊടി നമുക്കൊന്ന് വറുത്തെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളെല്ലാം ഒന്ന് ഈ ഒരു ഓയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുത്ത ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ആ ഒരു ഗ്രീൻ പീസ് ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തോടു കൂടി തന്നെ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാനിപ്പോ കുറച്ചുകൂടി ഒന്ന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതാ എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഈ ഒരു കറിയെല്ലാം കുറച്ചൊന്ന് തിക്കായി വന്നോട്ടെ. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം മീഡിയത്തിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനി ഇത് കുറച്ചൊന്ന് കറി ഒന്ന് തിക്കായി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണ് ചെറിയ ജീരകത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കാം. പൊടി തന്നെ അങ്ങനെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി നോക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ കറിവേപ്പില ചേർത്തിന്. അപ്പൊ ഈ ഒരു സമയത്തും കൂടി കുറച്ചൊന്ന് കറിവേപ്പില അങ്ങനെ ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണ് RKG ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് അങ്ങനെ ചെയ്യാം. തീരെ RKG ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഇതങ്ങ് സ്കിപ്പ് ചെയ്യാം. പക്ഷെ ഈ ഒരു RKG കൂടി ചേർക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കറി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ ഞാൻ ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട്. ഇത് ഇരിക്കുന്നവർ കുറച്ചുകൂടി അങ്ങ് തിക്കായി വന്നോളൂ. അപ്പോൾ നമ്മളെ ഗ്രീൻ പീസ് കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പത്തിലും ഗ്രീൻ പീസ് കറിയും നല്ല ഒരു കോംബോ. അപ്പോൾ എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും നമുക്ക് ഇത് രണ്ടും. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.